എല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കഥയിലേക്ക്. ഒരിക്കൽ കൂടി ഒരു അവസരം എല്ലാവരും അന്ന് ചോദിച്ചതാണ്. ആദിയേച്ചി കരയുന്ന പോലെ പറഞ്ഞതാണ്. പക്ഷേ അന്ന് ധൈര്യത്തോടെ നിന്ന് താൻ എന്തിനാണ് ഇന്ന് പതറിപ്പോകുന്നത്? അപ്പോഴും ഞെട്ടൽ കാണിക്കാതെ നിൽക്കുന്നവരുടെ മുഖത്ത് മാത്രമായിരുന്നു വേണിയുടെ കണ്ണുകൾ. അതിന് ഞാനുമായിരുന്നു ഇപ്പോൾ രണ്ട് വ്യക്തികൾ മാത്രമാണ്. ആ സ്ഥിതിക്ക് അയാൾക്ക് അവകാശമുണ്ട് മറ്റൊരു വിവാഹം ചെയ്യാൻ. അത് ആര്യൻ്റെ തീരുമാനമാണ്. അതെന്തിന് ഞാൻ അറിയണം? കൃഷ്ണ, എന്താടി, ഇവരൊക്കെ ആരാ? എൻ്റെ ഒച്ച കൂടിയത് കൊണ്ടോ റിയ ഓടി വന്നിരുന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭവമുണ്ടായിരുന്നു. അത് എന്നെക്കുറിച്ച് ഓർത്ത് മാത്രമാണ്. കൃഷ്ണ, റിയ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. കുറച്ച് പഴയ ബന്ധുക്കളാണ്, പരിചയം പുതുക്കാൻ വന്നതാണ്. പറഞ്ഞത് രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് റിയയുടെ കൈയും പിടിച്ച് വെളിയിലേക്ക് നടന്നിരുന്നു ഞാൻ. അറിയില്ല, മനസ്സിനൊരു തണുപ്പ് പടരുന്ന പോലെ. അത് മനസ്സിൽ അടക്കി പിടിച്ച പലതും അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത് കൊണ്ടാകാം. ഞാൻ കാറിൽ കയറിയിരുന്നപ്പോൾ അവൾ പിന്നെയും തിരിച്ചു പോയിരുന്നു. ബില്ലും അടച്ച് സാധനവുമായി വരുന്നവരെ കണ്ടതും ക്ഷമ ചോദിക്കുന്ന പോലെ ഒന്ന് നോക്കിയതും അവൾ കണ്ണുരുട്ടി കാണിച്ചിരുന്നു. സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുമ്പോൾ വേണിയിൽ നിന്ന് കേട്ട വാക്കുകൾ ഓർത്തതും നെഞ്ചിലൊരു ഭാരം വെച്ചതുപോലെ. കരയിൽ പിടിച്ചിട്ടൊരു പരൽമീനിനെ പോലെ ഹൃദയം പിടച്ചുകൊണ്ടിരുന്നു. വേണ്ടാന്ന് വെച്ചിട്ടും കണ്ണിൽ കവിളും കടന്ന് താടിയിലൂടെ ഇട്ട് നെഞ്ചിലൂടെ പൊള്ളിച്ചുകൊണ്ട് ഊർന്നിറങ്ങി തുടങ്ങിയിരുന്നു. റിയ കാണാതെ ഇരിക്കാൻ വിൻഡോ സൈഡിലേക്ക് മുഖം മുട്ടിച്ചിരുന്നുവെങ്കിലും എൻ്റെ ശ്വാസമെടുപ്പിൻ്റെ ഗതി മാറിയതുകൊണ്ടോ അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ഇറങ്ങിക്കേ. കാർ നിർത്തിക്കൊണ്ട് ആദ്യം ഇറങ്ങിയിരുന്നു റിയ. മുഖം അമർത്തി തുടച്ചുകൊണ്ട് പുറകെ ഞാനും. മീനച്ചിലാറിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ സ്ഥലമാണത്. ഒരു വശത്തായി തടി കൊണ്ടുള്ള ബെഞ്ചും മനോഹരമായ ചെടികളും മരങ്ങളും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ തൂക്കിയിട്ട് അത് നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു ചൂട് കാപ്പിയുമായി അവളുടെ അടുത്തേക്ക് വന്നു. അതും കയ്യിൽ തെരുപ്പി പിടിച്ചുകൊണ്ട് എൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്നൊരിടം തപ്പിയെന്നോണം റിയയെ നോക്കാതെ തന്നെ മുമ്പോട്ട് നടന്നിരുന്നു ഞാൻ. ആറിനോട് ചേർന്ന് പിടിപ്പിച്ചിരിക്കുന്ന കൈവരിയിലൊന്ന് പിടിച്ച് ആറ്റിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അത് ആരിൻ്റെ ആരെങ്കിലുമാണോ കൃഷ്ണ? ആനന്ദും വേണിയും. ഒച്ച വരണ്ടു തുടങ്ങിയിരുന്നു. നോക്കാതെ തന്നെ എനിക്കറിയാം അവൾക്ക് ഈ രണ്ട് പേരുകൾ അത്ര ദഹിച്ചിട്ടുണ്ടാകില്ല. നീ എന്താടി അവിടെ വെച്ച് പറയാതിരുന്നത്? രണ്ടിൻ്റെ കർണം നോക്കി രണ്ടെണ്ണം കൊടുക്കാൻ മേലായിരുന്നു നിനക്ക്. ആ സമയവും എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എന്തിനാണ് റിയ? നീ ഇപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ നിൽക്കാൻ തന്നെ കാരണക്കാർ അവരല്ലേ? എനിക്കെന്തവസ്ഥ? ഒന്നുമില്ലേ? ചോദിക്കുകയും ബലമായി പിടിച്ച് അവളുടെ നേരെ നിർത്തിയിരുന്നു എന്നെ. ഞങ്ങളെ കടന്നു പോയൊരു കാറ്റിൻ്റെ കണ്ണിൽ നിന്ന് ഊർന്നു വീഴാൻ തുടങ്ങിയ നീർത്തുള്ളിയെ തെറിപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്താടി ഇതൊക്കെ? നിന്നെ എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ കൃഷ്ണ. എടി, ഇത്രമേൽ ആഴത്തിലുള്ളൊരു ബന്ധമായിരുന്നു നിങ്ങളുടെ. വെറും 2 മാസമല്ലേ നിങ്ങൾ ജീവിച്ചുള്ളൂ. ശാരീരികമായി പോലും നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. എന്നിട്ടും എന്തേ കൃഷ്ണ നിനക്ക് മറക്കാൻ കഴിയാത്തത്? ആര്യൻ്റെ വിവാഹമാണെന്ന് പറഞ്ഞതേ നോട്ടം ശാന്തമായി ഒഴുകുന്ന ആറ്റിലേക്കായിരുന്നു. ഓ, ഇതാണ് ഇത്ര വലിയ കാര്യം. ഇത് ഞാൻ അറിഞ്ഞു. ഞാനറിയുന്ന കുട്ടിയാണ് അർപ്പിത. അവളുടെ കോഴ്സിലില്ലാത്ത സംസാരം കേട്ടതും ഞെട്ടിയാണ് കൃഷ്ണ നോക്കിയത്. ആ നോട്ടത്തിൽ അർത്ഥമുണ്ടായിരുന്നു. എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന രീതിയിൽ അവളെ നോക്കിയിട്ട് മിഴികൾ മാറ്റിക്കളഞ്ഞു കൃഷ്ണ. നീ എന്നെ ഉണ്ടക്കണ്ണ് മേടിച്ച് നോക്കണ്ട. മിനിഞ്ഞാന്നാണ് ഞാൻ അറിഞ്ഞത്. നീ ഇവിടെ വരുമ്പോൾ പറയാമെന്ന് കരുതി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം റിയ തന്നെ സംസാരിച്ചു തുടങ്ങി. കൃഷ്ണയുടെ മനസ്സ് നോവുമെന്നറിഞ്ഞ് തന്നെയാണ് അത്രയും പറഞ്ഞത്. നമുക്ക് പോകാം റിയ. അവൾ പിന്തിരിഞ്ഞ് കാറിലേക്ക് കയറിയതും ആനന്ദിനെയും വേണിയെയും കൊല്ലാനുള്ള ദേഷ്യം തോന്നിപ്പോയി റിയയ്ക്ക്. പിന്നീടുള്ള യാത്രയിൽ കാറിനുള്ളിൽ മൗനം താളം കെട്ടിക്കിടന്നു. റിയയും വേറൊന്നും ചോദിക്കാൻ പോയില്ല. ഇടയ്ക്ക് എബി വിളിച്ചപ്പോൾ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴും മുഖം വെട്ടിച്ച് കൃഷ്ണയെ നോക്കിക്കൊണ്ടിരുന്നു. അവളിപ്പോൾ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരിക്കുവാണ്. ഉറങ്ങിപ്പോയെന്ന് മനസ്സിലായി. എനിക്കവളെ മനസ്സിലാകുന്നില്ല എബി. ഇങ്ങനൊരാളെ സ്നേഹിക്കാൻ പറ്റുമോ? അതും വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട്. ഇതെന്തൊരു ഇഷ്ടമാണ്. എനിക്കാകെ മനസ്സിലാക്കാൻ പറ്റത്തൊരു ഭ്രാന്ത്. ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പറയുമ്പോൾ റിയയുടെ മുഖം വലിഞ്ഞു മുറുകി തുടങ്ങിയിരുന്നു. ഈ സ്നേഹം അത് നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാകും റിയ. അത്ര വലിയ വെറുപ്പാണെങ്കിലും ഹൃദയക്കോണിൽ ആ വാക്കൊരു ഇടം കണ്ടെത്താൻ കഴിയും ചിലർക്ക്. പിന്നെ ആര്യൻ അവളോട് അത്ര വലിയ മഹാപാതകമൊന്നും ചെയ്തിട്ടില്ല റിയ. രണ്ടുപേരും പരസ്പരം പറഞ്ഞ് ഒത്തുതീർപ്പി പോകാവുന്ന ഒരു ബന്ധമായിരുന്നു. അത് ആരൊക്കെയോ ചേർന്ന് അല്ലെങ്കിൽ അവളോടുള്ള വാശി കൊണ്ട് തകർന്നതാണ്. നീ എന്താ പറയുന്നത്? ആരും ചെയ്ത് തെറ്റ് നിസ്സാരമാണെന്നോ? നിനക്ക് എങ്ങനെ തോന്നി എബി ഇങ്ങനെ പറയാൻ?
എടി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവൻ പറഞ്ഞുകൊണ്ടിരുന്നതേ കോൾ കട്ട് ചെയ്ത് ബാഗിന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യത്തോട് അടുക്കുമ്പോൾ ആണുങ്ങളെല്ലാം ഒറ്റക്കെട്ട. ഇഷ്ടക്കേടോട് തന്നെ കാർ മുമ്പോട്ടെടുത്തുറിയ. സൈറ്റ് നോക്കി അതുലിൻ്റെ വീട്ടിലും ഒരു മരണ വീട്ടിലും പോയിട്ട് കയറി വരുമ്പോൾ സന്ധ്യയായിരുന്നു. വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നത് കണ്ടതും കൈ കൂപ്പി തൊഴുതുകൊണ്ട് അടുക്കള വഴി അകത്തേക്ക് കടക്കാൻ നോക്കിയതും അകത്തുനിന്ന് ചേച്ചിയുടെ വാക്കുകൾ കാതിലേക്കെത്തി. അവൻ അറിഞ്ഞു കാണുമോ സച്ചേട്ടാ? ഏയ്, നന്ദൻ അവനെ വിളിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ അവൻ്റെ മനസ്സ് കുത്തി നോവിക്കണമെന്ന് വിചാരിച്ച് വിളിച്ചാലേ ഉള്ളൂ. അല്ല, നിന്റെ പെങ്കോന്തൻ ചേട്ടൻ കുറച്ചേറെയായി ചെയ്യുന്നതും ഇതൊക്കെയാണല്ലോ, ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിയിട്ട്. സച്ചേട്ടൻ്റെ വാക്കുകൾക്ക് അവരോടുള്ള അമർഷവും കോപവും നിറഞ്ഞു നിൽക്കുന്നത് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. കൃഷ്ണ ഇങ്ങോട്ട് വരുമോ സച്ചേട്ടാ? അകത്തേക്ക് കയറാൻ തുടങ്ങിയ കാലൊന്ന് പിടിച്ചു കെട്ടിയ പോലെ നിന്നുപോയി. കൃഷ്ണ അറിയാതെ ശബ്ദം വെളിയിലേക്ക് വരുമ്പോൾ ജീവനില്ലാത്ത വാക്കുകളെ തീർന്നിരുന്നു അത്. രണ്ടുപേരും ഒരേപോലെ തിരിഞ്ഞു നോക്കിയിരുന്നു. നീ എന്താ ഇതിലേ പോന്നത്? അത് പോരുന്ന വഴിക്കൊരു മരച്ച് വെട്ടി കയറേണ്ടി വന്നു. ഞാൻ കുളിച്ചില്ലല്ലോ, അതാ. അങ്ങനെ പറയുമ്പോൾ ഹൃദയം ചോദ്യമുയർത്തിയതും കുടുങ്ങിക്കിടന്നതും അവർ പറഞ്ഞ വാക്കിലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ചോദിക്കാൻ കഴിയാതെ അവർക്കായി സാധാരണ പോലെ ചിരി നൽകിക്കൊണ്ട് അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞതേ സച്ചേട്ടൻ്റെ കൈ എന്നെ പിടിച്ചു നിർത്തിയിരുന്നു. എടാ, കൃഷ്ണ വന്നിട്ടുണ്ടെന്ന്. ഹൃദയത്തിലേക്ക് പതിഞ്ഞ വാക്കുകൾ നൽകി സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാതെ നീങ്ങിക്കൊണ്ടിരുന്നു. ഒന്ന് മൂളാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. സ്ലാബിലേക്ക് കൈകൊത്തി ചാരി നിന്നു. നിന്റെ ചേട്ടനാ ആദുവിനെ വിളിച്ചറിയിച്ചത്. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കൃഷ്ണയുടെ വായിൽ നിന്ന് എന്തോ കേട്ട മട്ടുണ്ട്. നല്ല ദേഷ്യത്തിലായിരുന്നു. ഞാനൊന്ന് കുളിക്കട്ടെ, അവരോട് രണ്ടുപേരുടെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടക്കുമ്പോൾ ആ രണ്ട് പൂച്ചക്കണ്ണുകൾ മാത്രമായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. ചേച്ചി എടുത്തു വെച്ച പുട്ടിലേക്ക് കടലക്കറി ഒഴിച്ച് ഇളക്കി വായിലേക്ക് വെക്കുന്ന കൂടെ വാച്ചിലേക്കൊന്ന് നോക്കി. 9 കളത്തിലെത്തണം. അത്യാവശ്യം 3 ലോഡുകൾ രാവിലെ തന്നെ ഇറക്കാനുണ്ട്. പെട്ടെന്ന് കഴിച്ച് അവൾ കൊണ്ടുവച്ച ചായയും കുടിച്ചിറങ്ങുമ്പോഴും അവളുടെ അറിയാം കൃഷ്ണ വന്നതിനെക്കുറിച്ച് സംസാരിക്കാനാകും. എന്താണെന്നും അറിയാം. ഈ 5 വർഷമായി അവൾ ഇടയ്ക്ക് തന്നോട് പറയുന്നതാണ് ഒരിക്കൽ കൂടി ശ്രമിച്ചുകൂടെ എന്ന്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നടക്കില്ല എന്നറിയാം. കഥയോ കവിതയോ ഒന്നും അല്ലല്ലോ തിരുത്തി എഴുതാൻ. ഒരിക്കലും തിരുത്താൻ കഴിയാത്തൊരു കവിതയായിപ്പോയി തങ്ങളുടെ ജീവിതം. അവളെ കണ്ണൊന്ന് ചിമ്മി കാണിച്ച് ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെയും നോക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി. ബൈക്കിലേക്ക് കയറുന്നതിന് മുമ്പ് ഫോൺ ബെല്ലടിച്ചിരുന്നു. അറിയത്തില്ലാത്തൊരു നമ്പരാണ് തെളിഞ്ഞു വരുന്നത്. എടുക്കണോ വേണ്ടോ എന്നറിയാതെ ആലോചിച്ച് നിന്നു. കാതോട് ചേർക്കാൻ തുടങ്ങിയതും കോൾ കട്ടായി തീർന്നിരുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ടെടുത്തതും ഒരിക്കൽ കൂടി ഫോൺ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം തെളിഞ്ഞു വരുന്ന നമ്പറിലേക്ക് നോക്കിയിരുന്നു. എവിടെയോ എന്തൊരു പ്രതീക്ഷ താൻ പോലും അറിയാതെ തന്നിലേക്ക് വീശുന്നതറിയുന്നുണ്ട്. കാതിലേക്ക് ചേർക്കുമ്പോൾ ഈ 5 വർഷമായി താൻ കേൾക്കാൻ കാത്തിരിക്കുന്ന സ്വരം തന്നെയാകണേ എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ഫോൺ കാതോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഹൃദയം തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ഹലോ. പരിചയമില്ലാത്തൊരു ശബ്ദം തേടി വന്നതും മനസ്സൊന്ന് നീറിപ്പോയി. ആരാ? ആരിനല്ലേ? അതെ, ഞാൻ അപ്പു. അർപ്പിത. ഓ, പറഞ്ഞോളൂ അർപ്പിത. ഉള്ളിൽ തോന്നി നിരാശയും സങ്കടവും മറച്ചുകൊണ്ട് തന്നെ ചോദിച്ചിരുന്നു. തിരക്കില്ല എങ്കിൽ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമോ? അത് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അർപ്പിത. അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടോ ആ കോൾ അവസാനിപ്പിക്കാൻ മാത്രമാണ് ആ സമയം തോന്നിയത്. പറ്റാത്ത പോലെ, തെറ്റ് ചെയ്യുന്ന പോലെ. പെട്ടെന്ന് അയാളുടെ ശബ്ദത്തിലുണ്ടായ മാറ്റം അവനെയും വിഷമിപ്പിച്ചു. കൃഷ്ണയോട് ചെയ്ത തെറ്റുകൾക്ക് ശേഷം മറ്റൊരാളെ അറിയാതെ പോലും വേദനിപ്പിക്കരുതെന്ന് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഏയ് വെക്കല്ലേ, ഞാൻ വരാം. നെറ്റി വിരൽ കൊണ്ടൊന്ന് ഒഴിഞ്ഞു അവൻ അസ്വസ്ഥയോടെ പറഞ്ഞു. അത് ഉച്ചയ്ക്ക് വന്നാൽ മതിയോടോ? രാവിലെ കുറച്ച് തിരക്കുണ്ട്, അതാണ്. മതി ആര്യൻ, തൻ്റെ ഇഷ്ടം. പറയുമ്പോൾ അവിടുത്തെ വാക്കുകൾക്ക് മേലെ സന്തോഷം നിറഞ്ഞിരിക്കുന്നു അറിഞ്ഞതും മറ്റൊരാൾ സന്തോഷത്തിന് അവനിലും ചിരി പൊടിഞ്ഞു. എന്നാൽ ശരി, ഞാൻ കാറുമായി വരാം. ഏയ് വേണ്ടടോ, ഞാൻ എൻ്റെ സ്കൂട്ടറിൽ വന്നോളാം. ഏയ്, എൻ്റെ ആവശ്യത്തിനല്ലേ വരുന്നത്? പിന്നെ ഉച്ച കഴിഞ്ഞ് മഴ പെയ്ത് നമ്മൾ പിന്നെയും തിരിച്ചു വരാൻ താമസിക്കും. അതുകൊണ്ട് കാർ തന്നെ എടുക്കാം ആര്യൻ. ഞാൻ ആര്യൻ്റെ കട്ടക്കളത്തിൽ വരാം. എനിക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ. നിർബന്ധിച്ച പോലെ അവൾ പറഞ്ഞതും താല്പര്യമില്ലാഞ്ഞിട്ട് പോലും സമ്മതിക്കേണ്ടി വന്നു ആര്യന്. ഓക്കെ, എന്നാൽ ശരി. അവൾ ഫോൺ വെച്ചതേ മുറ്റത്തേക്കിറങ്ങി സ്കൂട്ടർ സ്റ്റാൻഡിൽ നിന്നെടുത്ത് കയറിയിരുന്നു. ആരാടാ വിളിച്ചത്? അത് ആ അർപ്പിതയാണ്. എന്നെ ഒന്ന് കാണണമെന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? സച്ചേട്ടൻ അടുത്തേക്കായി വന്ന് ചോദിച്ച് നിർവികാരമായി നോക്കിയതേ ഉള്ളൂ. എല്ലാം ഉറപ്പിച്ചില്ല സച്ചേട്ടാ. ഇനിയിപ്പോൾ ഞാൻ ഒഴുക്കിനൊപ്പം പോയേക്കാം. അച്ഛനോട് പറഞ്ഞേക്ക് എനിക്ക് സമ്മതമാണെന്ന്.
നേരത്തെ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവൻ പോകുന്നത് നോക്കി കുറച്ച് നിന്നിട്ട് അകത്തേക്ക് പോയിരുന്നു അവരും. കൃഷ്ണ വരുമോ സച്ചേട്ടാ? നീ എന്തറിഞ്ഞിട്ട് ആദി? എന്ത് ബന്ധത്തിൻ്റെ പേരിലാണ് അവർ വരേണ്ടത്? എങ്കിലും സ്വന്തം മോളെപ്പോലെ കണ്ടതല്ലേ അച്ഛൻ. വയ്യാതിരിക്കുകയാണെന്ന് അറിയുമ്പോൾ വരാതിരിക്കുമോ? അവൾക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയത് അത്ര നല്ല ഓർമ്മകളല്ലല്ലോ ആദി. വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ പറയുമ്പോഴും സച്ചിയും ആഗ്രഹിച്ചു കൃഷ്ണ വന്നിരുന്നുവെങ്കിലെന്ന്. കാരണം അച്ഛൻ്റെ ഈ അവസ്ഥയിൽ ഇനിയൊരു വരവിനൊന്നും കാണില്ല. തനിക്കും ആര്യനും അറിയാവുന്ന സത്യം. നെടുവീർപ്പിട്ടുകൊണ്ട് അച്ഛൻ്റെ മുറിയിലേക്ക് വെറുതെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്നു സച്ചി. അറിയാം ആര്യന് മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന്. ഇന്നവൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയവും മരണം സംഭവിച്ചേക്കാവുന്ന മനുഷ്യന് വേണ്ടി മാത്രമാണ്. അവനെപ്പോൾ നെഞ്ചുനീറി കഴിഞ്ഞ എത്ര പേരുണ്ടെന്നറിയില്ല. അറിവുകേട് കൊണ്ട് ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരുവിള മാത്രം ഓർത്ത് നീറിക്കഴിയുകയാണ്. ചിലപ്പോൾ ആര്യൻ മാത്രമാകും അവനെ മനസ്സിലാക്കാൻ പലപ്പോഴും പറ്റാറില്ല. ലോഡ് കയറ്റാൻ പണിക്കാരുടെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴേക്കും മടുത്തുപോയിരുന്നു. വിയർപ്പും ചെളിയും പറ്റിയ ദേഹം അവിടെ തന്നെയുള്ള പൈപ്പിന് ചുവട്ടിലൊന്ന് നനച്ചു. ഒരു ജോഡി ഡ്രസ്സ് കൊണ്ട് വെക്കാറുണ്ട് എപ്പോഴും. അതെടുത്ത് ഇട്ട് കഴിഞ്ഞതും ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു ചിരിയോടെ ഇറങ്ങി വരുന്ന അർപ്പിതയെ. ഒരു നേരത്തെ ചിരി നൽകിക്കൊണ്ട് അവളെ സ്വീകരിച്ചു. എല്ലാ ഇടവും ചുറ്റിക്കണ്ട് അങ്ങനെ നിൽക്കുകയാണവൾ. ഇഷ്ടമായിട്ടോ ഈ സ്ഥലവും ഈ സ്ഥലത്തിൻ്റെ ഉടമയും? അവൾ മനസ്സ് നിറഞ്ഞ് ഒരു ചിരിയോടെ പറയുന്നതെന്ന് മനസ്സിലായി. ആര്യൻ ഡ്രൈവ് ചെയ്തോളൂ, ചാവി നീട്ടിക്കൊണ്ടവൾ പറഞ്ഞതും അവൻ നിരസിച്ചു. വേണ്ട, ഇയാൾ തന്നെ ഓടിച്ചോളൂ. എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരണം. സച്ചിയേട്ടനൊക്കെ ഇന്ന് പോകും. അച്ഛൻ തനിയെ വീട്ടിലുള്ളൂ. നമുക്ക് പെട്ടെന്ന് വരാം. ആ കാർ മുമ്പോട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരികയെന്ന് മാത്രമേ അവൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നുള്ളൂ. കൃഷ്ണ, അറിയുമോടോ താൻ? റിയ തൻ്റെ ദേഹത്തേക്ക് വെച്ച് തന്ന സാരി ഉൾപ്പെടെ തിരിഞ്ഞു അവൾ. മുമ്പിൽ നിൽക്കുന്നയാളെ കണ്ടതും എങ്ങനെ പ്രതികരിക്കണമെന്ന് ആ സമയം അറിയില്ലായിരുന്നു. കണ്ണുകൾ ഒരാളെ തേടി. ഒരു പെൺകുട്ടിയും ഒരു കൊച്ചും ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. അതുൽ, 5 വർഷമായി ലണ്ടനിൽ തന്നെയായിരുന്നു. താൻ ഇവിടെ എപ്പോൾ, എങ്ങനെ? ഇന്നലെ വന്നു. ഫ്രണ്ടിൻ്റെ മാരേജ്. ഇത് റിയ തോമസ്, ഇവളുടെ കല്യാണമാണ്. ഓ, അപ്പോൾ കല്യാണത്തിന് വന്നതാണല്ലേ? അല്ലെങ്കിൽ വരില്ലായിരുന്നു. അല്ലടോ, ഒളിച്ചോട്ടം അല്ലേ? അവൻ്റെ മുഖം കൃഷ്ണയെ തന്നെയായിരുന്നു. എത്ര ദിവസമുണ്ട് അവധി? 2 ആഴ്ച. നേരത്തൊരു ചിരിയോടെ പറയുമ്പോഴും കണ്ണുകൾ പാഞ്ഞു നടന്നു. വെറുതെ. ഇത് മഞ്ജു, എൻ്റെ ഭാര്യയാണ്. പിന്നെ മോളും. ഇവളുടെ കൂട്ടുകാരിയുടെ കല്യാണം. അതിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. അപ്പോഴാണ് കൃഷ്ണയെ കാണുന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ. കൃഷ്ണ എന്ന പേര് കേട്ടതും മഞ്ജു പകപ്പോടെ അതുലിനെ നോക്കി കൊണ്ട് കയ്യിൽ പിടിച്ചു. എന്തൊക്കെയുണ്ട് അതിൽ? സുഖമല്ലേ? പിന്നെ തനിക്കോ? സുഖം. അവളുടെ വാക്കുകൾ എവിടെയോ ഇടറി. കണ്ണെന്തിനോ എന്നറിയാതെ നിറഞ്ഞു. അതിനെ പുഞ്ചിരിയാൽ മറച്ചു. ആ കൃഷ്ണ, എന്തോ ഓർത്തപോലെ തിരിഞ്ഞു വന്നു അതുൽ. ഗോപനച്ചന് തീരെ വയ്യാതിരിക്കുകയാണ്. ലിവർ സിറോസിസ് ആണ്. തന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇപ്പോഴും പറയും കേട്ടോ. പറയുമെങ്കിലൊന്ന് പോയി കാണടോ. മറ്റൊന്നും വിചാരിക്കണ്ട. പറഞ്ഞുകൊണ്ട് മഞ്ജുവിൻ്റെ കൈയും പിടിച്ച് അകന്നിരുന്നു അതുൽ. കൃഷ്ണ, അതാരാടി? പകപ്പോടെ നിൽക്കുന്ന കൃഷ്ണയുടെ കയ്യിലേക്ക് റിയ പിടിച്ചത് അടുത്ത് കിടക്കുന്ന കസേരയിലേക്ക് തളർന്നിരുന്നു പോയിരുന്നു അവൾ. കണ്ണിൽ നിറഞ്ഞത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്ന അച്ഛൻ്റെ മുഖമായിരുന്നു. അച്ഛൻ, എനിക്കൊന്ന് കാണണം റിയ, അല്ലെങ്കിൽ നന്ദികേടായി പോകുമടി. ഇപ്പോൾ മനസ്സിലായി. എന്ത് നന്ദികേട്? അവരുടെ ഒരു കഴിവുമില്ലാത്ത തല്ലിപ്പൊളിയായി നടന്ന മകനെ കൊണ്ട് നിന്നെ കെട്ടിച്ചതിനോ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ഗോപനച്ചനല്ലടി നിന്റെ ലൈഫ് തകർത്തത്. അല്ല റിയ, അച്ഛനൊരു പാവമായിരുന്നു. എന്തിനും എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ഒരു മോളെപ്പോലെ അല്ല, മോളായിരുന്നു ഞാൻ. എനിക്കൊന്ന് കാണണം. പറഞ്ഞതേ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് വീണതും ആ കടയിലുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു അവരെ. ഓക്കെ, നീ കരയാതെ പോകാം. പക്ഷേ അവിടെ വെച്ച് അവനെ കണ്ടാൽ ആ പേര് പോലും അവളൊരു പ്രകമ്പനം കൊള്ളിക്കുന്ന അറിഞ്ഞു റിയ. എനിക്ക് അച്ഛനെ കണ്ടാൽ മതി റിയ. ശരി, പക്ഷെ ഞാനും വരും കൂടെ. എന്നാൽ വേഗം ഡ്രസ്സ് എടുക്ക്, എന്നിട്ട് പോകാം. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണ്ടേ? വെറും 4 ദിവസമേ ഉള്ളൂ ഇനി കല്യാണത്തിന്. അവളുടെ മുഖം തുടച്ചു കൊടുത്ത് പറഞ്ഞതേ കൃഷ്ണ നേർത്തൊരു ചെരിയോടെ അകന്നു. ഒരു വാർക്ക വീടിന് മുമ്പിലായി കാർ നിർത്തിയതും ഡോർ തുറന്ന് ഇറങ്ങി ആര്യൻ. വാ ആര്യൻ. അവൾ ചിരിയോടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. നല്ല പരിചയമുള്ളതുപോലെ തിണ്ണയിലേക്ക് ചാടി കയറിയിരുന്നു. ആ സമയം ആര്യൻ്റെ മിഴികൾ ആ മുറ്റമാകെ ഓടി നടന്നു. നല്ലൊരു പച്ചപ്പ് പടർന്നൊരു സ്ഥലവും മുഴുവൻ ചെടികളും പലതരം പഴങ്ങൾ ഉണ്ടാകുന്ന മരങ്ങളും. ഒരു വശത്തായി ലവ് ബേർഡ്സിൻ്റെ കൂടും. അമ്മേ, അച്ഛ, അവൾ ഉറക്കെ
തന്നെ വിളിച്ചു ആ ഡോർ തുറന്നു. 2 മധ്യവയസ്കരായ ഭാര്യ ഭർത്താക്കന്മാർ നിറഞ്ഞ ചിരിയോടെ ഇറങ്ങി വന്നു. അപ്പുമോളെ അവർ 2 പേരും ഒരേപോലെ ചേർത്ത് പിടിച്ചു. അമ്മ കാത്തിരിക്കുമായിരുന്നു മോൾക്ക് വേണ്ടി. എന്തിയേ ആള്? അവർ ചോദിച്ചുകൊണ്ട് നോക്കിയത് ആര്യനെയായിരുന്നു. തുടരും.